ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു ബൗളിലേക്ക് 3 സ്പൂൺ, ഈ ഒരു സ്പൂണിൽ 3 സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും ഒരു പിടി ചോറും ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 2 സ്പൂൺ മാവും കൂടി അധികം ഇട്ടാലും ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇത് തന്നെ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഓരോ തവി മാവ് വീതം ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവർ ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ മാവും തേങ്ങയും ചോറൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാൻ അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൗളിലെല്ലാം കൂടിയൊക്കെ ഒന്ന് മിക്സാക്കി ജാറിലേക്ക് ഇട്ടത്. ഈ ദോശ നല്ല മൂപ്പിച്ചെടുത്താൽ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ക്രിപ്സി ആയിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റും. എൻ്റെ മക്കൾക്ക് ഗോതമ്പ് ദോശയെന്ന് കേൾക്കുമ്പോഴേ അലർജിയായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവരൊന്നും പറയാണ്ട് തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പോലുള്ള ദോശയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.